50 വർഷത്തിലധികം നീണ്ട രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും 3.5 പതിറ്റാണ്ടിൻ്റെ പാർലമെന്ററി അനുഭവങ്ങളുടെയും കരുത്തോടെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സഭാനാഥൻ്റെ റോളിലേക്ക് എത്തുന്നത്. നിലപാടുകളിലെ സ്ഥൈര്യവും ലാളിത്യവുമാണ് മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ തിരുവഞ്ചൂരിനെ വ്യത്യസ്തനാക്കുന്നത്. തുടർച്ചയായി 35 വർഷം MLA ആയതിന്റെ അനുഭവ സമ്പത്തുമായാണ് 76-ാം വയസ്സിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കേരള നിയമസഭയുടെ 16ാമത്തെ സ്പീക്കറാകുന്നത്. കേരള രാഷ്ട്രീയത്തിൽ തലപ്പൊക്കമുള്ള നേതാക്കളുടെ നിരയിലാണ് തിരുവഞ്ചൂരിന്റെ സ്ഥാനം. മുൻ UDF സർക്കാരിൽ ആഭ്യന്തരമന്ത്രി സ്ഥാനത്തിരുന്ന തിരുവഞ്ചൂർ ഒരുവിധത്തിലുള്ള സ്വാധീനത്തിനും വഴങ്ങാത്ത ചരിത്രമാണുള്ളതെന്നുകൂടി അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തന ജീവിതം വരച്ചു കാട്ടുന്നു. TP ചന്ദ്രശേഖരന്റെ കൊലപാതക കേസ് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെയും മുഖം നോക്കാതെയും തിരുവഞ്ചൂർ നടത്തിയ ഇടപെടലാണ് TPയുടെ കഥകരെ പിടികൂടാൻ കാരണമായത്. സോളാർ കേസ് കാലത്ത് ചില വിവാദങ്ങൾ തിരുവഞ്ചൂരിന് അല്പം മങ്ങലേൽപ്പിച്ചെങ്കിലും സജീവമായി നിലനിർത്തിയ പൊതുപ്രവർത്തനം അദ്ദേഹത്തെ തുണയ്ക്കുകയും ചെയ്തു. 1963 കോട്ടയം MD സ്കൂളിലെ സ്കൂൾ ലീഡറായാണ് തിരുവഞ്ചൂരിന്റെ തുടക്കം. പിന്നീട് ബസോലിയസ് കോളേജ് യൂണിയൻ ചെയർമാനുമായി കേരള സർവകലാശാല യൂണിയൻ ചെയർമാനുമായി മാറി. എന്നും എക്കാലവും ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തൻ. KSU യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിലിരിക്കെ നടത്തിയ സമര പോരാട്ടങ്ങൾ പിന്നീട് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ രാഷ്ട്രീയ ഗ്രാഫ് ഉയർത്തി. KPCC ജനറൽ സെക്രട്ടറി ആയിരിക്കെ 1987 കോട്ടയം ഉപതെരഞ്ഞെടുപ്പാണ് ആദ്യത്തെ നിയമസഭാ മത്സരം. പക്ഷേ കന്നിയംഗത്തിൽ തോറ്റു. 1991 തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടൂരിലേക്ക് മാറി. 1991 മുതൽ 2006 വരെ അടൂരിലും 2011 മുതൽ കോട്ടയത്തും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്റെ സാന്നിധ്യം അറിയിച്ചു. 16ാം നിയമസഭയിൽ മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും തമ്മിൽ രാഷ്ട്രീയ വാക്പോരുകൾ മുറുകുമ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഇടപെടലാകും ഇനി നിർണായകമാകുക. ജനം, തിരുവനന്തപുരം.